അതായത് അരവണയും അപ്പവും ഒരു 3 മാസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കുകയാണ്. ഭഗവാനെ നിവേദിക്കുന്ന ഒരു പ്രസാദമായി ഞാൻ അതിനെ കാണില്ല. കാരണം ഭഗവാനെ നിവേദിക്കണമെങ്കിൽ അരവണയും അപ്പവും ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ച് പൂജിച്ച് നിവേദിച്ച് തരുന്നതാണ് പ്രസാദം. ഇത് 3 മാസം മുമ്പ് ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സാധനമാണ്. ആ പ്രോഡക്റ്റ് താഴെ വിറ്റാൽ മതി. കാരണം പമ്പയിൽ ഇപ്പോൾ ഞാൻ 10 പേര് നമ്മൾ ഒരുമിച്ച് അവരിലേക്ക് പോകും. നമ്മൾ 2 പേര് പോയി ക്യൂവിൽ നിന്ന് അരവണയപ്പം വേണ്ടി നിൽക്കും. 8 പേര് അവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ സന്നിധാനം നിറയാം. അതായത് പമ്പയിലാണ് വിതരണം ചെയ്യുന്നത്. ബാങ്ക് വഴിയാണ് അവർ ബുക്ക് ചെയ്യുന്നത്. ബാങ്ക് വഴി പൈസ അടച്ച് വരുന്നവർക്ക് താഴെ വന്ന് അത് മാറ്റി വണ്ടി കയറി പോകാൻ മതി. ഇത് സന്നിധാനത്ത് നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന് നിർബന്ധം ചെയ്യുന്നുണ്ട്. നെയ്യഭിഷേകം നടത്തുന്നു. നെയ്യഭിഷേകം നടത്താൻ കൊടുത്തു കഴിഞ്ഞാൽ ആ നെയ്യ് ഒരു പാത്രത്തിലാക്കി എൻ്റെ കാഴ്ചപ്പാടാണ് ഇപ്പോൾ മറ്റുള്ളൊരു കാഴ്ചപ്പാട്, എൻ്റെ വ്യക്തിപരമായ ഒരു മനുഷ്യനെന്നുള്ള ഒരു കാഴ്ചപ്പാട്. ഞാൻ നിയമസഭയിലെ പ്രശ്നം നെയ്യ് ഒരു ചെറിയ ടീമിലാക്കി അയ്യപ്പൻ്റെ പടം കഴിച്ച് നല്ല മനോഹരമായ ടീമിലാക്കി അത് ചന്ദ്രാനന്ദ റോഡ് ഇറങ്ങുന്നത് വെച്ചില്ല. കൂപ്പണുള്ള എല്ലാവർക്കും നെയ്യ് ഓരോ ടീം കൊടുക്കും. ബാക്കി നെയ്യ് അവിടെ ദേവസ്വത്തിനുള്ളതാണ്. വഴിപാടല്ലേ വേണം, പ്രസാദം. അപ്പോൾ നെയ്യഭിഷേകം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയൊക്കെ കാത്ത ആൾക്കാർ നിൽക്കുകയാണ്. സന്നിധാനത്തെ ജനക്കൂട്ടത്തെ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തൊഴിച്ച് മാളികപ്പുറത്ത് തൊഴിച്ച് പാവരിസ്വാമിയെ തൊഴുത് വേഗം ഇറങ്ങണം. തിരക്ക് കുറയ്ക്കാൻ വളരെ എളുപ്പമല്ലേ.